ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും സന്തോഷവും സുഖവും ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ മെയിൽ അയച്ചിട്ടുള്ളത് എൻ്റെ ക്ലോസ് ഫ്രണ്ട് ദിലീപിനെ എൻ്റെ ചാനൽ കാണുന്ന എല്ലാ പേർക്കും തന്നെ അറിയാം. കാരണം ഒരു 1.25 വർഷമായി ഞാൻ ഈ ചാനലിൽ വന്നിട്ട്. അന്ന് മുതൽ ഇന്ന് വരെ ദിലീപ് ലൈക്കോ കമൻറ്റോ ചെയ്യാത്ത ഒരു വീഡിയോ പോലും, ഷോർട്ടോ ലോങ്ങോ അല്ലെങ്കിൽ എൻ്റെ ലൈവായിരുന്നാലും ദിലീപ് ടച്ച് ചെയ്യാതെ പോയിട്ടുള്ള, അല്ലെങ്കിൽ ദിലീപ് കാണാതെയും കേൾക്കാതെയും പോയിട്ടുള്ള ഒരു വീഡിയോസും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അത്രയ്ക്കും എൻ്റെ വെൽവിഷറും ക്ലോസ് ഫ്രണ്ടുമാണ് ദിലീപ്. അപ്പോൾ ദിലീപിൻ്റെ മെയിലാണ് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത്. തികച്ചും അപ്രതീക്ഷിതമായിട്ട് ആണ് ഞാൻ ഈ മെയിൽ സ്വീകരിച്ചതും വായിച്ചതും. ഞാനതിവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സിന്ധു, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായൊരനുഭവം ഞാനത് ഇതുവരെ സിന്ധുവിനോട് പറഞ്ഞിട്ടില്ല. എന്തോ അത് പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല. ഒരിക്കൽ ഞാൻ സിന്ധുവിനെ കാണാൻ ഓഫീസിൽ വന്നപ്പോൾ എൻ്റെ കയ്യിൽ മൈലാഞ്ചി കൊണ്ട് പാർവതി എന്നെഴുതിയത് സിന്ധു കണ്ടില്ലേ? കണ്ടു. ഞാൻ ചോദിക്കുകയും ചെയ്തിരുന്നു, അല്ലേ ദിലീപ്? അതെ, അന്ന് സിന്ധു ചോദിക്കുകയും ചെയ്തു ഇത് ആരാണെന്ന്. പക്ഷേ ഞാൻ ഇതുവരെ സിന്ധുവിനോട് അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഒരിക്കലും നേരിൽ കണ്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയുടെ പേരായിരുന്നു പാർവതി. അവൾ എന്നെ കണ്ടിട്ടുണ്ട്. 2009 ഒരു മിസ്ഡ് കോൾ വഴിയാണ് ഞാനും പാർവതിയും തമ്മിൽ സംസാരിക്കുന്നതും പരിചയത്തിലാകുന്നതും പിന്നെ റിലേഷൻഷിപ്പിലാകുന്നതും. പിന്നെ പ്രണയത്തിൽ അല്ലെങ്കിൽ സ്നേഹത്തിൽ ആയതിനു ശേഷം എന്നെ ഇതുവരെ ഒന്ന് കാണാൻ അനുവദിച്ചിട്ടില്ല. 2009 മുതൽ 2012 വരെ ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചു, പ്രണയം പങ്കുവച്ചു. എല്ലാം മൊബൈലിലൂടെ, വാട്സപ്പിലൂടെ ആയിരുന്നു എന്ന് മാത്രം. 2012 അവളുടെ കല്യാണം കഴിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. ഇതിനിടയിൽ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായി. ഞാനുമായിട്ടുള്ള അവളുടെ റിലേഷൻ വീട്ടിൽ അറിഞ്ഞു. അങ്ങനെ ഞാനും അവളും തമ്മിലുള്ള ബന്ധത്തെ ചൊല്ലി വളരെയധികം അവൾ പീഡനം വീട്ടിൽ സഹിക്കേണ്ടി വന്നു. അതിനുശേഷം 2012 വിവാഹിതയായി എന്നും അറിഞ്ഞു. ഒരിക്കൽ പോലും നേരിൽ കാണാതെ ഫോണിൽ കൂടി ഞാൻ അവളെ ജീവന് തുല്യം സ്നേഹിച്ചു. ഇന്നും അവളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് മോചിതനാകാൻ എനിക്ക് കഴിഞ്ഞില്ല. ദിലീപിനെ തമ്മിൽ കാണാതെ ഫോണിലൂടെ ജീവന് തുല്യം സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഈ പാർവതി എന്ന പെൺകുട്ടി ദിലീപ് എന്ന വ്യക്തിയോട് വളരെയധികം പ്രണയം ഇൻവെസ്റ്റ് ചെയ്തു, സ്നേഹം ഇൻവെസ്റ്റ് ചെയ്തു. പാവം ദിലീപിനെ വട്ടം കറക്കി 2009 മുതൽ 2012 വരെ. 2012 ദിലീപിന് വിവാഹിതയായി എന്നൊരു മെസ്സേജോടുകൂടി ഈ ബന്ധം അവിടെ അവസാനിപ്പിച്ച് ഇതാ കടന്നുപോയി. പാവം ദിലീപിൻ്റെ മനസ്സ് എനിക്കറിയാം. ദിലീപിനെ, സത്യം പറഞ്ഞാൽ ദിലീപിനെ സ്നേഹിക്കാനും ദിലീപിൻ്റെ കൂട്ടത്തിൽ ജീവിക്കാനും ഒക്കെ ആ പെൺകുട്ടിക്ക്, പാർവതിക്ക് കഴിഞ്ഞിരുന്നു എങ്കിൽ അത് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നേനെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു 10-15 വർഷങ്ങളായിട്ട് എനിക്ക് ദിലീപിനെ നേരിട്ട് അറിയാം. കണ്ടിട്ടുള്ളത് 1-2 പ്രാവശ്യം മാത്രമാണ്. അതും വർഷങ്ങളുടെ ഗ്യാപ്പിലാണ് ദിലീപിനെ കണ്ടിട്ടുള്ളത്. ഒരു പ്രാവശ്യം എൻ്റെ ഓഫീസിൽ വന്നപ്പോൾ ഈ കയ്യിൽ പാർവതി എന്ന് മൈലാഞ്ചി വെച്ചാണ് എഴുതിയിരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത്രയ്ക്ക് എനിക്ക് ശരിയാണോ എന്നറിയില്ല ആ ഓർമ്മ. അപ്പോൾ ഈ പാർവതി എന്ന് എഴുതിയിരിക്കുന്നത് ഈ കയ്യിൽ കണ്ടു. അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, ഇതാരാണ് ഈ പാർവതി എന്ന് ഞാൻ ചോദിച്ചു. കാരണം ദിലീപ് ഒരു ഒതുങ്ങിയ ടൈപ്പാണ്. ഇങ്ങനെ പ്രണയത്തിലൊക്കെ ചെന്ന് ചാടുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാണാനൊക്കെ നല്ലതാണ്, അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാമെന്ന് ഞാനും വിചാരിച്ചു. പക്ഷേ ദിലീപ് അപ്പോഴും കൈ മറച്ച് വെച്ച് കളഞ്ഞ ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ദിലീപായിട്ട് വാട്സപ്പ് കണക്ഷനൊക്കെ ഉണ്ടെങ്കിലും വർഷത്തിലൊക്കെ പോലും ഒരു കോൾ പോലും ചെയ്യത്തില്ല, വാട്സപ്പിൽ മെസ്സേജ് ഇടത്തില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ മെയിൽ കണ്ടപ്പോഴാണ് വീണ്ടും ഞാൻ ദിലീപിനോട് കാര്യങ്ങൾ അന്വേഷിച്ചത്. അപ്പോൾ ദിലീപിനെ ഇങ്ങോട്ട് കയറി ഇഷ്ടപ്പെട്ട് പ്രണയത്തിലായ ഒരു പെൺകുട്ടിയാണ്. കുറേ കഴിഞ്ഞപ്പോൾ നല്ല ദിലീപിനേക്കാൾ ബെറ്റർ ഒരു ചാൻസ് കിട്ടിയപ്പോൾ പാവം ഹൃദയം കൊടുത്ത് കൂടെ നിന്ന ആളെ തള്ളിയിട്ട് അവരവരുടെ കാര്യം നോക്കി പോകുന്നു.
ദിലീപ് വളരെയധികം വേദനയിലും വിഷമത്തിലും ദുരിതത്തിലും സങ്കടത്തിലും ഒക്കെ ആയിരുന്നു. കാരണം അമ്മ മാത്രമേ ഉള്ളൂ, വേറെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് വലയത്തിലൊന്നും ഉള്ള ഒരാളല്ല ദിലീപ്. എന്നോട് പോലും അങ്ങനെ ഒന്നും ഷെയർ ചെയ്യുന്ന ഒരാളല്ല ദിലീപ്. കയ്യിലൊക്കെ പാർവതി എന്നൊക്കെ പേരെഴുതിക്കൊണ്ട് നടന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ആ റിലേഷൻ എത്രമാത്രം ഡെപ്തിലാണ് ദിലീപിൻ്റെ മനസ്സിനകത്തുള്ളതെന്ന്. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ കൂടെ നിന്നിട്ട് പ്രണയിച്ച് പറ്റിച്ച് നിങ്ങൾ മറ്റ് റിലേഷൻഷിപ്പിലേക്ക് പെട്ടെന്ന് പോകുമ്പോൾ നിങ്ങളുടെ കൂടെ അത്രയും സമയം കൂടെ എല്ലാ കാര്യങ്ങളിലും മനസ്സർപ്പിച്ച ആളിൻ്റെ മനസ്സിൻ്റെ വേദന, അല്ലെങ്കിൽ ആ മനസ്സ് എന്തുമാത്രം പിടയും, എന്തുമാത്രം വിഷമിക്കും, അവർ മാനസികമായി എത്രമാത്രം തളർച്ചയിലായി പോകും, ഇതൊന്നും ഉപേക്ഷിച്ച് പോകുന്ന ആൾക്ക് ഒരിക്കലും മനസ്സിലാകില്ല. ആത്മാർത്ഥതയില്ലാത്ത മനസ്സുമായി നടക്കുന്ന ആർക്കും ആരെയും എളുപ്പം തൂത്തുവാരി എറിഞ്ഞിട്ട് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള അടുത്ത ബന്ധങ്ങളിലേക്ക് ചാടിപ്പോകാൻ ആർക്കും സാധിക്കും. കാരണം വെച്ചാൽ അവരിവിടെ കാണിച്ചിരിക്കുന്നതൊക്കെ വെറും അഭിനയങ്ങൾ മാത്രമാണ്. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടിയപ്പോൾ ദിലീപിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് എന്ന് ധരിച്ച് അടുത്ത ഓപ്ഷനിലേക്ക് ചാടി വിവാഹവും കഴിച്ചു. പക്ഷെ ഒരു കാരണവശാലും മനസ്സമാധാനം എന്നൊരു സംഭവം ഈ കക്ഷിക്ക് കിട്ടില്ല. പാവപ്പെട്ട ദിലീപിനെ പ്രണയിച്ച് പറ്റിച്ച് ദിലീപിനെ എന്നല്ല ആരെയും പ്രണയിച്ച് പറ്റിച്ച് ചതിച്ച് പുതിയ ബന്ധങ്ങൾ തേടി പോകുന്നവർക്ക് ഒരിക്കലും മനസ്സമാധാനവും സന്തോഷത്തോടു കൂടി ആ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ആരെയും പറ്റിക്കരുത്, ആരെയും ചതിക്കരുത്. എത്ര ഹൃദയവും എത്ര ശരീരവും ഉണ്ടെന്ന് സ്വയം തന്നെ ആത്മപരിശോധന നടത്തി നോക്കുക. ദിലീപേ, എനിക്ക് ദിലീപിനോട് പറയാനുള്ളത്, ഇതൊന്നും കൊണ്ട് ലോകം അവസാനിക്കില്ല. ദിലീപിന് ഒരുപാട് പ്രായമൊന്നുമില്ല. ദിലീപ് കാണാനും എടുക്കനാണ്. ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആരോഗ്യവും നല്ലൊരു മനസ്സിനും ഉടമയാണ് ദിലീപ്. ഇനിയും നല്ല 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 ബന്ധങ്ങൾ ദിലീപിന് വന്നു ചേരും. ദിലീപിന് ഉള്ളത് വരുമ്പോൾ ദിലീപിന് തന്നെ അത് കിട്ടുകയും ചെയ്യും. നമുക്കല്ലാത്തതാണ് നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത്. താൽക്കാലികമായി നമ്മളിലേക്ക് എത്തുന്ന കാര്യങ്ങൾ നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുമെങ്കിലും വിട്ടുപോകുന്നത് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് മനസ്സിലാകും, ഇത് ദൈവനിശ്ചയമായിരുന്നു, ഇത് നമുക്ക് ചേരാത്തൊരു കാര്യമായിരുന്നു എന്നുള്ളത്. ഇനിയും നല്ലത് മാത്രം ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.